ഹായ് ഫ്രണ്ട്സ്, മഹേഷ് ടെക് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വാട്ടർ പമ്പാണ്, അതായത് വെള്ളം പമ്പ് ചെയ്യാവുന്ന ഒരു മോട്ടോറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പമ്പ്. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ചെറിയ കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രദർശന ഷോയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കളിക്കാവുന്ന ഒരു ടോയാണ്. വെള്ളം അത്യാവശ്യം രീതിയിൽ നമുക്ക് പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അറിയാവുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ മേക്കിംഗ് വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒരു വിക്സിൻ്റെ ഡെപ്പിയാണ് വേണ്ടത്. വിക്സിൻ്റെ ഡെപ്പി കുറച്ച് വലുത് നോക്കി വാങ്ങിക്കണം, എന്നാലേ ആ ഫിറ്റിങ്സ് എല്ലാം കറക്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് വാട്ടർ ലെവലിനായി ഉപയോഗിക്കുന്ന ഒരു ട്യൂബാണ് വേണ്ടത്. ഇത് ഹാർഡ്വെയർ ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വേണം. ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഒരു മരക്കഷ്ണമായാലും മതി. ഇനി നമുക്ക് വിക്സ് ഡപ്പിയിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഞാൻ സോൾഡറിങ് ഉപയോഗിച്ചാണ് ഹോൾ ഇടുന്നത്. സോൾഡറിങ് ആണ് ഇല്ലെങ്കിൽ ഒരു കമ്പി ചൂടാക്കി ഹോൾ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഗിയർ മോട്ടർ വേണം. ഗിയർ മോട്ടറിൻ്റെ മുകൾ ഭാഗത്തായി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഹോളിട്ട മൂടി മോട്ടറിൻ്റെ കറക്റ്റ് ആ മുകൾ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് മൂടിയെടുത്ത് നമ്മൾ നേരത്തെ ഹോളിട്ട് കൊടുത്ത ആ മൂടിയുടെ ഉള്ളിൽ കൊള്ളുന്ന വിധത്തിൽ ഒരു റൗണ്ട് വരച്ചെടുത്ത് അത് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പ്ലാസ്റ്റിക് മൂടിയിൽ സെൻറ്ററിലായി ഒരു ഹോളിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഒരു സ്കെച്ച് ഉപയോഗിച്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്യുമ്പോൾ മാറിപ്പോകരുത്. കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ പ്ലാസ്റ്റിക് റൗണ്ടിൻ്റെ നമ്മൾ ഹോളിട്ട് കൊടുത്ത ആ ഹോളിൽ നിന്നും റൗണ്ടിൻ്റെ ആ എൻഡ് വരുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ആ ഭാഗങ്ങളെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ഒരു സ്റ്റിക്ക് എടുത്തു, അതിൽ ഗ്ലൂ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പ്ലാസ്റ്റിക് റൗണ്ടിൽ അതെടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്റ്റിക്കുകളെല്ലാം ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പ്ലാസ്റ്റിക് റൗണ്ട് എടുത്ത് മോട്ടറിൽ ഇതേപോലെ പ്രസ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് കറക്കി നോക്കണം. പ്രസ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ആകരുത്. ടൈറ്റ് ആയാൽ കറങ്ങില്ല. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തിരിച്ച് നോക്കിയാലും മതി. അതിനുശേഷം നമ്മൾ ആ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ട്യൂബ് എടുത്തു. നിങ്ങൾക്ക് ആവശ്യം വരുന്ന രീതിയിൽ കുറച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ച് ഭാഗമേ കട്ട് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം വിക്സ് ഡപ്പി എടുത്ത് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് സെൻറ്ററിലായി ഒരു ഹോളിട്ട് കൊടുക്കണം. അതിനുശേഷം ആ മൂടി ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം ആ മൂടിയുടെ മുകൾ ഭാഗത്തായിട്ട് ട്യൂബ് കയറുന്ന രീതിയിൽ ഒരു ഹോളിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ വിക്സ് മൂടിയുടെ ഹോളിട്ട ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ട്യൂബ് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ വിക്സ് ഡപ്പിയുടെ മുകൾ ഭാഗത്തും ഹോളിട്ടിരുന്നു, അതിലും ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ ട്യൂബ് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മോട്ടർ സെറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡാണ്. ഞാൻ ടൈലിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ടൈലിൻ്റെ പീസ് ഇല്ലെങ്കിൽ മരക്കഷ്ണമായാലും മതി. അതിനുശേഷം ആ ടൈലിൻ്റെ എൻഡിലായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ മോട്ടറിനെ എടുത്ത് അതിൽ ഒട്ടിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ മോട്ടറിൻ്റെ വയർ സോൾഡർ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 12 വോൾട്ട് അഡാപ്റ്ററിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.